നമ്മുടെ ഇപ്രാവശ്യത്തെ സിവിൽ പോലീസ് ഓഫീസർ ആൻഡ് എക്സൈസ് ഓഫീസറിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് പാസ്സായി വന്ന 11 പേരാണ്. ഒരുമിച്ച് വന്നതിലും ഇങ്ങനെ കേക്കിൻ്റെ സെലിബ്രേഷനൊക്കെ നടത്താൻ ഇവർ തീരുമാനിക്കുകയും അത് നടക്കുകയും ചെയ്തിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. അവരെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എല്ലാവരെ കുറിച്ച് ഒരുമിച്ച് പറയാം. എല്ലാവരും നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. എല്ലാവരും നല്ലത് ചെയ്തു. എല്ലാ പ്രാവശ്യത്തെയും അപേക്ഷിച്ച് ഇപ്രാവശ്യം ഒരു മേന്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫിസിക്കലി ഫിറ്റായി കൊടുത്താൽ മാത്രമേ ഉള്ളൂ. എല്ലാ പ്രാവശ്യവും ലാസ്റ്റ് ആകുമ്പോഴത്തേന് ഭയങ്കര ടെൻഷനായിരുന്നു എല്ലാവർക്കും. ഇപ്രാവശ്യം വളരെ 1-2 പേര് മാത്രമേ ടെൻഷനായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും കൂൾ മൈൻഡായിട്ടാണ് പോയത് എല്ലാവരും. ഓക്കെ, അതുപോലെ ബോഡി ഫിറ്റായി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മാക്സിമൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യത്തെയും പോലെ ലാസ്റ്റ് ടൈമിൽ കിടന്ന് ആക്രമണം കാണിക്കുന്നൊരു പരിപാടി ഇല്ലായിരുന്നു. എവിടെയെങ്കിലും ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് ടൈം ആകുമ്പം ഒരു 10 ദിവസത്തെ ലീവ് എടുത്തുകൊണ്ടായിരിക്കും നിൽക്കുന്നത്. പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചാട്ടോ, പിന്നെ അവിടെ വേദന ഇവിടെ വേദന. ഇപ്രാവശ്യം അങ്ങനെ ലീവ് ഒന്നും എടുത്തില്ല. കറക്റ്റായിട്ട് എല്ലാവരും വന്നു, പ്രാക്ടീസ് ചെയ്തു, എല്ലാവരും പാസ്സാകുകയും ചെയ്തു. അതിൻ്റെ ഒരു ത്രില്ലാണ് ഞാനും. എല്ലാവരും പോവുക, ഒരുമിച്ച് പാസ്സാവുക, ഇതൊക്കെയെന്ന് വെച്ചാൽ ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. പിന്നെന്ന് വെച്ചാൽ ഇവർ ഒരുപാട് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പോലീസുകാരാകുക അല്ലെങ്കിൽ എക്സൈസുകാരാകുക എന്നുള്ളത്. തീർച്ചയായും ഇങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വേണം ആകാൻ. കാരണം വെച്ചാൽ ഇങ്ങനെ രാത്രിയിലും പകലും ജോലി ചെയ്യുക, പിന്നെ രാവിലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, പിന്നെ ടെസ്റ്റ് എഴുതാൻ പോവുക, രാത്രി നിന്ന് പഠിക്കുക, ഇങ്ങനെയൊക്കെ ഹാർഡ് വർക്ക് ചെയ്താണ് ഇവർ ഇവിടെ എത്തിയിരിക്കുന്നത്. പറയാൻ എളുപ്പമാണ്, പക്ഷേ ഇത് ഗ്രൗണ്ടിൽ ചെയ്യാനും പഠിക്കാനും പിന്നെ ജോലികളെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ടറിയത്തുള്ളൂ. അത്രയും പ്രയാസങ്ങളൊക്കെ എടുത്ത് അനുഭവിച്ച് ആണ് ഇപ്പോൾ ഇവർ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. സർവശക്തനായ ദൈവം എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്ക് ജോലിയുടെ അപ്പോയിൻമെൻറ്റ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പെട്ടെന്ന് തന്നെ ജോലി കയറട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെയാണ് എല്ലാ ദൈവത്തോടും പ്രാർത്ഥിക്കുന്നു. സാറിന് മനസ്സിലോർത്ത് ആയിട്ട് സേവ് ചെയ്യണം കേട്ടോ. അവസാനം തുടങ്ങിയ കാലം മുതൽ ഇവിടെ ഉള്ള വരും തലമുറ ലാസ്റ്റ് വീട്ടിൽ കൊണ്ടുപോകണം. ഇത് ചീത്ത പറഞ്ഞാലും എന്നാ സത്യം പറഞ്ഞു ഞാനുള്ള